കേരളത്തിലെ UDF മെഷീനറി വളരെയധികം സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഭരണവിരുദ്ധത മാത്രമല്ല പ്രതിഫലിക്കുന്നത്, BJPയുടെ വളർച്ചയെ കൂടി തടയാൻ UDF ആ രീതിയിലും ഇവിടെ മുന്നോട്ട് വരേണ്ടതാണ്. ക്രിയാത്മക പ്രതിപക്ഷം BJP ആണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കെ സുരേന്ദ്രനും കൂട്ടരും നടത്തുന്ന പൊറോട്ട് നാടകം അടിച്ച അമർത്താൻ വേണ്ടിയുള്ള ശ്രമം. വയനാട്ടിൽ കെ സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ സർജിക്കൽ സ്ട്രൈക്ക് മോഡൽ നടത്തുകയാണ് പുള്ളി എന്നൊക്കെയാണ് പറഞ്ഞടിക്കുന്നത്. അതിന് കൂട്ടായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കൂടെ രാഹുൽ ഗാന്ധിയുടെ ഈ മനോഹരമായ തട്ടകത്തിൽ വന്നിറങ്ങി രാഹുൽ ഗാന്ധിയെ വിറപ്പിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങ് അമേഠിയിൽ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ താൽക്കാലികമായി ജയിച്ചത് മാത്രമാണ് സ്മൃതി ഇറാനി നിങ്ങൾക്ക് ഉള്ള മേന്മയെന്ന് താൽക്കാലികമായി ഞങ്ങൾ പറയട്ടെ എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. സ്മൃതി ഇറാനിയുടെ ഇത്തരത്തിലുള്ള ഗർവൊന്നും ഇവിടെ വില പോകില്ല. അമേഠി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതിന് ഉച്ചിലുള്ള കോൺഗ്രസ് നേതാക്കൾ നിരവധിയുണ്ട്. രാജീവ് ഗാന്ധിയുടെ മകന് രാഷ്ട്രീയം ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. രാജ്യം മുഴുവനായി കൃത്യമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അതുപോലെ തന്നെ മണിപ്പൂർ മുതൽ മുംബൈ വരെയും ഭാരത് ജോഡോ യാത്ര നടത്തി ചരിത്രത്തിൽ ഇടം നേടിയ മനുഷ്യൻ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം അവിസ്മരണീയമാണ്, അത്യുജ്വലമാണ്. യുവാക്കൾക്ക് ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായ മുന്നേറ്റം അദ്ദേഹത്തിൽ നിന്നും കിട്ടുമ്പോൾ അതിനെ ആരും ത്രമൽ ഗണിക്കാനോ ആരും താറടിച്ച് കാണിക്കാനോ ശ്രമിക്കില്ല. പക്ഷേ കേരളത്തിലെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ BJPക്കാരുടെ ഒപ്പം കൂടി ഇതിനെ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ വില പോകില്ല എന്ന് മാത്രമല്ല, വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയും ചെയ്യും. കേരളത്തിലെ CPMൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞാൽ അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്നുള്ളത് AK ബാലൻ അടക്കമുള്ള നേതാക്കൾ തുറന്നു പറയുന്നു. അത് കുറയാതിരിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹായം വേണം. ജനങ്ങളിൽ നിന്നും ബക്കറ്റ് പിരിവ് നടത്തിയും അതുപോലെ ജനങ്ങളെ മുഷ്ടി കാണിച്ച് പേടിപ്പിച്ചും പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കാതെ അവിടെ സമരം പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടായിസം നടത്തുകയും ചെയ്യുന്ന യുവജന സംഘടനയെ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ കൃത്യമായി ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബോധവാന്മാർ തന്നെയാണ്. മുന്നേറ്റം നടത്താനുള്ള അനിവാര്യത കോൺഗ്രസിൽ സുലഭമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതലാണ് CPM വളരെയധികം വെപ്രാളപ്പെടുന്നത്. ആ വെപ്രാളം പരാജയത്തിലേക്കുള്ള കാരണമായി ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്.